ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തെ അടിപൊളിയായി ഏറ്റവും ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ആശയമാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒന്നാണ് ആറ്റിറ്റ്യൂഡ് അഥവാ മനോഭാവം. മനോഭാവം എന്ന് വെച്ചാൽ മാനസികമായൊരു കാഴ്ചപ്പാടാണ്. എല്ലാ ആളുകളും ഒരേ ലെൻസിലൂടെ അല്ല കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. നമ്മൾ പറയാറില്ലേ, പച്ച ലെൻസിലൂടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പച്ചയായിട്ട് കാണും. അപ്പം നമ്മൾ ഏത് ലെൻസിലൂടെ നോക്കിക്കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിനെയാണ് പലപ്പോഴും നമ്മൾ മനോഭാവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആറ്റിറ്റ്യൂഡിനെ പറ്റി കേട്ടിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു വാചകം ഇതാണ്: ആറ്റിറ്റ്യൂഡ് ഡിറ്റർമിൻസ് യുവർ ഓൾട്ടിറ്റ്യൂഡ്. നിങ്ങളുടെ ഔന്നത്യം നിർണ്ണയിക്കുന്നത് മനോഭാവമാണ്. അപ്പോൾ സൈക്കോളജി പഠിച്ചപ്പോൾ എന്നെ ഏറ്റവും അധികം ആകർഷിച്ച ആശയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ജൂലിയൻ റോട്ടർ എന്ന മനഃശാസ്ത്രജ്ഞനാണ് ഈ ആശയത്തെ രൂപപ്പെടുത്തിയത്. നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം, ലോക്കസ് ഓഫ് കൺട്രോൾ എവിടെയാണ്? അദ്ദേഹം അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള പഠനം നടത്തിയിട്ടുണ്ട്. ഈ നിയന്ത്രണ കേന്ദ്രമാണ് നമ്മുടെ മനോഭാവങ്ങളുടെ അടിസ്ഥാനം. അപ്പോൾ അദ്ദേഹം പറയുന്നത് നിയന്ത്രണ കേന്ദ്രങ്ങൾ രണ്ടെണ്ണം ഉണ്ട്: ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസ വ്യവസ്ഥകളാണ് നമ്മുടെ മനോഭാവത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത്. അപ്പോൾ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ബിലീഫ് സിസ്റ്റം ഉള്ള ആളുകളുടെ പ്രത്യേകതകൾ ഞാൻ പറയാം. ഇവർ വളരെ പവർഫുൾ ആയിരിക്കും കേട്ടോ. ഇവരുടെ നിലപാട് എന്താണെന്നോ, എൻ്റെ ചിന്തകളും മനോഭാവവും പ്രവൃത്തികളുമാണ് എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. അവരുടെ ചില രീതികളെക്കുറിച്ച് ഞാൻ പറയാം. അവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അവരുടെ ആ ഒരു അധ്വാനമില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട് അവരെന്ത് ചെയ്തു അതിനെ അവർ സ്വയം അംഗീകരിക്കും. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുമ്പോൾ ഞാൻ നന്നായി പഠിച്ചത് കൊണ്ട് മാർക്ക് കിട്ടി എന്നായിരിക്കും അവരുടെ ഒരു നിലപാട്. ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റും. നന്നായി സാമ്പത്തിക ആസൂത്രണം ചെയ്ത് ജീവിച്ചാൽ എനിക്ക് എൻ്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ പറ്റും. ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ, ജോലി ചെയ്യാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവും. അപ്പോൾ അവരവരുടെ ഉള്ളിലുള്ള ആ ഒരു പവർ, ശക്തിയിൽ വിശ്വസിക്കുന്നവരാണ്. അത് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. ഇനി നമുക്ക് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്താണെന്ന് നോക്കാം. ബാഹ്യ നിയന്ത്രണ കേന്ദ്രം. അപ്പോൾ ഇവരുടെ ഒരു നിലപാട് എന്തായിരിക്കുമെന്നോ, അവർ മിക്കവാറും ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് വിധി. എന്ത് സംഭവിക്കുമ്പോഴും അവർ പറയുമല്ലേ, ഓ എന്ത് ചെയ്യാം, നമ്മുടെ വിധി ഇതായിപ്പോയി. വേറെ ചിലർക്ക് നേട്ടങ്ങൾ വന്നാലും അവർ പറയുന്നത് അവർ പണ്ടേ നല്ല ഭാഗ്യമുള്ളവരാണ്. അതായത് ഒരു വ്യക്തിയുടെ അധ്വാനത്തിന് അവരൊരു വിലയും കൽപ്പിക്കില്ല. ആരോഗ്യത്തെക്കുറിച്ചുള്ള അവരുടെ നിലപാട് എങ്ങനെയായിരിക്കും എന്നാ, എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല, വരാനുള്ളത് വരും. പിന്നെ അവർക്ക് ഒരുപാട് നിസ്സഹായാവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും ബാഹ്യമായ കാര്യങ്ങൾ അവരെ നിയന്ത്രിക്കുന്നതായിട്ടാണ് അവർ ചിന്തിക്കുന്നത്. സാഹചര്യങ്ങളെയും ആളുകളെയൊക്കെ അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു നിലപാട് രൂപപ്പെടുത്തുന്ന ബിലീഫ് സിസ്റ്റത്തിന് പറയുന്ന പേരാണ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ നമ്മുടെ ജീവിതത്തെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യില്ല. അവിടെ നമുക്ക് ജീവിതത്തിൽ ചെയ്യാനൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ചിന്ത മുഴുവൻ ഭാഗ്യം, വിധി, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ചുറ്റിപ്പറ്റി ഇരിക്കുമ്പോൾ നമ്മുടെ എനർജി ഒരുപാട് നഷ്ടപ്പെടും. നമുക്ക് പ്രവർത്തിക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാവില്ല. എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ, എല്ലാം മറ്റുള്ള കാര്യങ്ങളെ ആശ്രയിച്ചാണല്ലോ ഇരിക്കുന്നത്. ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട ബിലീഫ് സിസ്റ്റം, അത് നമ്മൾ ഒരുപാട് പവർഫുൾ ആക്കും. നമുക്ക് സ്വയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ബോധം നമ്മളിൽ ഉണ്ടാക്കും. അതിൽ നിന്നാണ് നമുക്ക് പ്രവർത്തിക്കാനുള്ള എനർജി കിട്ടുന്നത്, പ്രചോദനം കിട്ടുന്നത്. എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല, എല്ലാം ബാഹ്യശക്തികളാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഊർജം അവിടെ നഷ്ടപ്പെടും. അപ്പം നമ്മൾ തന്നെ നമ്മളെ വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ചിന്തകൾ, മനോഭാവം, പ്രവൃത്തികൾ ഇതിൽ സ്വാധീനം ചെലുത്തുന്നത് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആണോ, ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആണോ? ഒരു കാര്യം ഉറപ്പാണ്, ജീവിത വിജയവുമായിട്ട് ബന്ധപ്പെട്ട മനോഭാവം തീർച്ചയായിട്ടും ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഈ ബിലീഫ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോക്കസ് ഓഫ് കൺട്രോൾ മനസ്സിലാക്കിയെടുക്കുക. എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിലീഫ് സിസ്റ്റമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ജീവിതത്തിൽ നിന്നും വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കാനില്ല. അതേസമയം ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ നമ്മുടെ ജീവിതത്തിൽ
വളരെ വലിയ പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കും. ഈ ബിലീഫ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് നമ്മളിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണല്ലോ. അതിനെ മാറ്റുക എന്നുള്ളത് വളരെ പെയിൻഫുൾ ആണെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ബിലീഫ് സിസ്റ്റം മാറ്റാൻ സാധിക്കും. ചേഞ്ച് എന്നുള്ളത് പെയിൻഫുൾ ആണെങ്കിലും എപ്പോഴും പോസിബിൾ ആണ്. ഇപ്പോൾ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിലീഫ് സിസ്റ്റത്തിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട ബിലീഫ് സിസ്റ്റമാണ് അതിന് തടസ്സം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാര്യങ്ങളെ ഒഴിവാക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട ബിലീഫ് സിസ്റ്റത്തിലേക്ക് വരാൻ സാധിക്കും. നമ്മൾ ഒഴിച്ചു നിർത്തേണ്ട 4 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒന്നാമത്തെ കാര്യം വിധി. ഈ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ വളരെ സൗകര്യപ്രദമായിട്ട് പലരും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അവർ ഉപയോഗിക്കുന്ന ചില ഡയലോഗാണ് എന്ത് സംഭവിക്കുമ്പോഴും അത് നമ്മുടെ വിധി, അല്ലാതെ എന്ത് പറയാനാണ്. പിന്നെ വേറൊരു വേർഷൻ ഉണ്ട്, വിധിയുണ്ടെങ്കിൽ നടക്കും. ഇതിനു വേണ്ടി നമ്മളെത്ര തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല. വിധിയില്ലെങ്കിൽ നടക്കൂല, വിധിയുണ്ടെങ്കിൽ നടക്കും. ശരിക്കും നമ്മുടെ ഊർജ്ജമൊക്കെ ചോർത്തിക്കളയുന്ന ഒരു വാക്കാണല്ലേ ഈ വിധി. വിധി ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല, പക്ഷെ വിധിയെക്കുറിച്ച് കുറച്ചും കൂടി സയന്റിഫിക് ആയിട്ട് നമുക്ക് ചിന്തിക്കാം. ഇത് എറിക് ബേൺ എന്ന മനഃശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ കാര്യമാണ്. അദ്ദേഹം പറയുന്നത് ഈ വിധിയെ നമുക്ക് സ്ക്രിപ്റ്റ് എന്ന് വിളിക്കാം. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ തലയിലെഴുത്ത്. പക്ഷെ ഈ തലയിലെഴുത്ത് എഴുതപ്പെടുന്നത് ഒരു വ്യക്തിയുടെ ആദ്യത്തെ 5 വർഷത്തിനിടയിലാണ്. ആദ്യത്തെ 5 വർഷത്തിനിടയിൽ അയാളെ സ്വാധീനിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം അയാളുടെ തലച്ചോറിൽ രേഖപ്പെടുത്താൻ തുടങ്ങും. അപ്പം ഇയാൾ എന്തായിത്തീരും, ആരായിത്തീരും, ഇയാൾ ഏത് രീതിയിലായിരിക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, അതിൻ്റെ വലിയൊരു ബേസാണ് ഈ സ്ക്രിപ്റ്റ്. അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഇത് വളരെ പവർഫുള്ളാണെന്ന് മാത്രമല്ല ജീവിതകാലം മുഴുവൻ ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്ന ഒന്നാണ്. അപ്പോൾ പിന്നെ അത് തന്നെയല്ലേ വിധി എന്ന് പറയണത്, നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒന്ന്. അത് ഇതിനകം അവിടെ ഉണ്ടായിക്കഴിഞ്ഞു. പക്ഷേ അവിടെ എറിക് ബേൺ ശക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് കാര്യകാരണ സഹിതം ചിന്തിക്കാൻ സഹായിക്കുന്ന ഡാറ്റ നമ്മുടെ ബ്രെയിനിനകത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കാര്യകാരണ സഹിതം ചിന്തിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് ചോദ്യം ചെയ്യാനൊക്കും, അനലൈസ് ചെയ്യാനൊക്കും, ചില കാര്യങ്ങൾ ശരിയല്ല എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേരാനൊക്കും. അപ്പം അതിന് നമ്മൾ എഫേർട്ട് ഇടേണ്ടി വരും. സ്ക്രിപ്റ്റ് അനുസരിച്ച് പോകാനാണ് തീരുമാനമെങ്കിൽ അത് വളരെ ഈസിയാണ്. നമ്മുടെ സ്ക്രിപ്റ്റ് നമുക്ക് തിരുത്താൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഈ ഡയലോഗുകളിൽ നിന്ന് ആദ്യം ഒഴിഞ്ഞു നിൽക്കാം. എന്ത് ചെയ്യാനാണ്, അതെൻ്റെ വിധി. പിന്നെ വിധിയുണ്ടെങ്കിൽ നടക്കും, എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ പറയൂലേ, അയ്യോ അവൻ്റെ വിധി അങ്ങനെയായിപ്പോയി. ഇത് നമ്മളെ ഒരുപാട് നിസ്സഹായാവസ്ഥയിലേക്ക് മാറ്റുന്ന ഒരു ചിന്താഗതിയാണ്. വിധി സ്ക്രിപ്റ്റാണ്, തലയിലെഴുതുന്നതിനെ വിളിക്കാം. ഇത് മാറ്റാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ വിധിക്ക് വഴിപ്പെടുകയല്ല വേണ്ടത്, ആ വിധിയെ അതിജീവിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, അതിനുവേണ്ട വഴികൾ കണ്ടെത്താനും നടപ്പിലാക്കാനും സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഇനി രണ്ടാമത്തെ വില്ലനായി പ്രവർത്തിക്കുന്ന ഒന്നാണ് ഭാഗ്യം. കുറെ ആളുകൾ ഇങ്ങനെ ഭാഗ്യം പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. അവർ പറയുന്ന ഒരു ഡയലോഗില്ല, എൻ്റെ സമയം അത്ര നല്ലതല്ല. സമയം നല്ലതാണെങ്കിൽ അത് സംഭവിച്ചിരിക്കും. നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും നമ്മളെ ഒരു വിജയത്തിലേക്ക് നയിക്കുന്ന രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം ഉണ്ടാവും. വേറൊരാളുടെ വിജയം പോലും നമ്മൾ പറയുന്നത് എന്താ, അയാളുടെ ഭാഗ്യം, അയാൾ നന്നായിട്ട് ശ്രമിച്ചു, അതുകൊണ്ടാണ് അയാൾ വിജയിച്ചത് എന്ന് പറയുന്ന ഒരു രീതി നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം എന്താണെന്നറിയാമോ, അത് മറ്റുള്ളവർക്കും പ്രവർത്തിക്കാൻ പ്രചോദനമാകും. ഈ ഭാഗ്യം എന്ന് പറയുന്നതിന് വളരെ മനോഹരമായിട്ടുള്ള നിർവചനമുണ്ട്. ലക്ക് ഈസ് ദ മീറ്റിംഗ് പോയിന്റ് ഓഫ് യുവർ അലേർട്ട്നെസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് പാസ് ബൈ. നമ്മുടെ മുന്നിലൂടെ ഒരുപാട് അവസരങ്ങൾ കടന്നു പോകുന്നുണ്ട്, അല്ലാന്ന് പറയാൻ പറ്റുമോ? പലപ്പോഴും ഈ അവസരങ്ങൾ കടന്നു പോകുന്നത് പലരും അറിയാറില്ല, അവരതിനുള്ള ജാഗ്രത കാണിക്കാറില്ല. ഈ യൂട്യൂബ് ചാനലിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ആളുകൾ ഭാഗ്യവുമായിട്ട് റിലേറ്റ് ചെയ്യാറുണ്ട്. എൻ്റെ ചാനൽ വലിയ സംഭവമൊന്നും അല്ലെങ്കിലും അത് സക്സസ്ഫുൾ ആണെന്ന് ഞാൻ പറയും. കോവിഡ് കാലത്താണ് ഈ ചാനൽ തുടങ്ങുന്നത്. കോവിഡ് കാലത്ത് ആളുകൾ വളരെ വിഷമസ്ഥിതിയിലായ ഒരു സന്ദർഭത്തിൽ അവരുടെ മനസ്സിന് സാന്ത്വനം കൊടുക്കുന്ന കാര്യങ്ങൾ, അതാണ് ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തു. അവിടെ എൻ്റെ ഒരു ജാഗ്രതയുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ആളുകൾക്ക് എന്താണ് കൊടുക്കേണ്ടത്, എന്ത് കണ്ടന്റ് ആയിരിക്കും അവരിഷ്ടപ്പെടാൻ സാധ്യത. കോവിഡ് എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ എൻ്റെ ജാഗ്രതയുള്ളതുകൊണ്ട് ഞാൻ ചിന്തിച്ചു എന്ത് കണ്ടന്റ് ഇട്ടാലാണ് കൂടുതൽ ആളുകൾ കാണുക. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്കുകൾ കണ്ടെത്തി ഇടാൻ തുടങ്ങിയതോടുകൂടി വ്യൂവേഴ്സിൻ്റെ എണ്ണമൊക്കെ കൂടാൻ തുടങ്ങി. നമുക്കെല്ലാവർക്കും തുല്യ അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളെ എത്തിപ്പിടിക്കാനുള്ളൊരു ജാഗ്രത ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അതില്ലെങ്കിൽ നടക്കൂല. നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ പറയുമല്ലോ,
ഓ അത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് കിട്ടിയ ജോലിയാണ്. അങ്ങനെയുള്ള ഡയലോഗുകൾ മാറ്റി നിർത്തുകയാണ് നല്ലത്. അപ്പോൾ വീണ്ടും 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 പറഞ്ഞ് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ രൂപപ്പെടുത്തുന്നത്. വേറൊരാൾക്ക് സക്സസ് ഉണ്ടാക്കുമ്പോൾ അത് അയാളുടെ ഭാഗ്യം എന്ന് പറയാതെ അയാൾ നന്നായിട്ട് അതിനുവേണ്ടി പ്രയത്നിച്ചു, അയാളെ അഭിനന്ദിക്കുക. ഇങ്ങനെ ചിന്തിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട ബിലീഫ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാൻ ഒക്കും. മൂന്നാമത്തെ ഒരു പ്രശ്നം എന്താണെന്നോ, ഈ ആളുകളെയും സാഹചര്യങ്ങളെയും കുറ്റപ്പെടുത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. ഇവർ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിൻ്റെ ആളുകളാണ്. എന്ത് കുഴപ്പം വന്നാലും അതിന് മറ്റുള്ളവരാണ് ഉത്തരവാദികൾ. അവർ നന്നായാലേ ഞാൻ നന്നാകൂ, അവർ നന്നായാലേ ഞാൻ നന്നാകൂ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും നന്നാകുമോ? ഈ പാരൻസിനെ ബ്ലെയിം ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ കുഴപ്പങ്ങൾക്ക് മുഴുവൻ കാരണം എൻ്റെ പാരൻസാണ്. അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ പാരൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പാരൻസ് വളർത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അവരെ മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ആ ഒരു ചിന്തയിൽ മാറ്റം വരുത്തുന്നതല്ലേ. കാരണം അവരുടെ പാരൻറ്റിങ് സ്റ്റൈല് മാറ്റുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പലപ്പോഴും കുറേ മുതിർന്നു കഴിഞ്ഞ് അവനവന് ചില പരാജയങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് ഈ കാര്യം ആളുകൾ എടുത്തിടുന്നത്. ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലല്ല എൻ്റെ പാരൻസ് എന്നെ വളർത്തിയിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ മകൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, എൻ്റെ മകൻ ആഗ്രഹിക്കുന്ന രീതിയിലല്ല ഞാൻ അവരെ വളർത്തിയിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറയുന്നവരിൽ കുറേയധികം പേർക്ക് അവരുടെ ജീവിതം ഇനി ഏറ്റവും അധികം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സകല സാഹചര്യങ്ങളും ഉണ്ട്. അവരുടേതായ ചില കുഴപ്പങ്ങൾ കൊണ്ട് അത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല. പക്ഷേ അവർ കണ്ടെത്തുന്ന ഏറ്റവും വലിയൊരു കാരണം പാരൻറ്റിങ് ആണ്. ലൈഫ് പാർട്ട്ണറെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്, മക്കളെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. ചിലരിനകത്ത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ തലയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറാൻ സാധിക്കും. എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട ബിലീഫ് സിസ്റ്റത്തിൽ പെടുന്നതാണ് കുറ്റപ്പെടുത്തൽ. അപ്പോൾ ഇവിടെ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ്? നമുക്ക് സ്വന്തമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു പ്രചോദനം ഇല്ലാതാകുന്നു. ഇതിനെല്ലാം ഉത്തരവാദി വേറെ ആരൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ ഇനി നന്നാവണം. ഏതായാലും അവർക്ക് ചേഞ്ച് വരാനും അവർ നന്നാകാനുള്ള സാധ്യത വളരെ വളരെ കുറവായിരിക്കും. ഇനി നാലാമത്തെ കാര്യം, നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു അപകടമുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളൊക്കെ ഇല്ലേ, ചിന്ത, ഓർമ്മശക്തി, ഇതിനെയൊക്കെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ബാഹ്യമായിട്ടുള്ള സിസ്റ്റങ്ങളെ ആശ്രയിക്കുക. ഈ ടെക്നോളജിയുടെ അതിപ്രസരം കൊണ്ട് ഇത് നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും എക്സ്റ്റേണലായിട്ടുള്ള സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വന്തമായിട്ട് നമ്മുടെ കയ്യിലൊന്നുമില്ല. നമ്മുടെ മെമ്മറി നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല. ട്രെയിൻ ചെയ്ത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സ്കില്ലാണ് മെമ്മറി. ഈ മെമ്മറി നമുക്ക് തരുന്ന കോൺഫിഡൻസ് വളരെ വലുതാണ് കേട്ടോ. നമുക്ക് സൗകര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താം, പക്ഷെ നമുക്കതിലൊരു കൺട്രോളില്ലാതെ എല്ലാ നിയന്ത്രണവും പുറമേയുള്ള സംവിധാനങ്ങളെ ആശ്രയിച്ചിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ. ഇപ്പം തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ മറ്റുള്ളവരെ സമീപിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും കിട്ടുന്ന മറുപടി വെരി സോറി, സിസ്റ്റം വർക്ക് ചെയ്യണില്ല. ഈ സിസ്റ്റം വർക്ക് ചെയ്യിക്കുന്നതിൽ അവർക്ക് ഉത്തരവാദിത്തം ഉണ്ടെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നില്ല. അവരുടെ മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ബിലീഫ് സിസ്റ്റമാണ്. എനിക്കിതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം വേറെ ആരുടെയോ നിയന്ത്രണത്തിലാണ്. എത്ര കഷ്ടസ്ഥിതിയാണല്ലേ. നമ്മളിങ്ങനെ വളരെ പൊട്ടൻഷ്യലുള്ള ആളുകളായിട്ട് ജീവിച്ചിരുന്നിട്ട് ഒന്നും നമ്മുടെ കൺട്രോളിലില്ലാത്തൊരവസ്ഥ. എത്രയോ പവർഫുള്ളായിട്ടുള്ളതാണ് നമ്മുടെ മെമ്മറി, ചിന്താശക്തി, ഇതെല്ലാം. അപ്പോൾ അതിനെ ഈ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ വലിയൊരു പരിധി വരെ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. നമ്മുടേതായിട്ടുള്ള സ്കിൽസ് എല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ഈ എക്സ്റ്റേണൽ സിസ്റ്റത്തെ ഒരുപാട് ആശ്രയിക്കുന്ന ആ ഒരു രീതി അത് ഉപേക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാക്കണം. ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. ഞാനൊരു ട്രെയിനിങ് കോഴ്സ് നടത്തുന്നുണ്ട്. മൈൻഡ് പവർ ആൻഡ് ലൈഫ് സ്കിൽസ് എന്നാണ് ട്രെയിനിങ് കോഴ്സിൻ്റെ പേര്. അപ്പോൾ എല്ലാ മാസവും നടത്താറുണ്ട്. ജനുവരിയിൽ നടത്താൻ പറ്റിയില്ല. ഫെബ്രുവരി 4-നാണ് അടുത്ത കോഴ്സ് ആരംഭിക്കുന്നത്. അപ്പോൾ ആ കോഴ്സിലും ബേസിക്കായിട്ട് വരുന്ന ഒരു കാര്യം ഇതാണ്. ഒരു ഇൻറ്റേർണൽ ലോക്കസ് ഓഫ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിലീഫ് സിസ്റ്റം നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഫെബ്രുവരി 4 മുതൽ 11 വരെ 8 ദിവസം തുടർച്ചയായിട്ട് ഗൂഗിൾ മീറ്റിലാണ് പ്രോഗ്രാം. രാത്രി 8 മണി തൊട്ട് 9 മണി വരെ. അപ്പോൾ ഇതിനകം എനിക്ക് മെസ്സേജ് വിട്ട ചിലർക്കൊക്കെ ഞാൻ മറുപടി അയച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്